ഇവിടെ നോക്കി പൊന്നു. ഇത് ആരാ? ഇത് നല്ല കുട്ടിയായിട്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പോഴേ നമ്മളെ പൂജാ പണ്ടൽ ഇന്ന് ഇവിടെ ദുർഗാ പൂജയാണല്ലോ ഫെസ്റ്റിവല്. അപ്പോൾ പൂജാ പണ്ടൽ നമ്മുടെ പടയിലുള്ളത് എടുത്തു. അപ്പോൾ വേറൊരു സ്ഥലത്ത് പോയി കുറേ സ്ഥലങ്ങൾ കൽക്കട്ട മൊത്തം ക്ലബ്ബ് തോറും പണ്ടൽസും പൂജ ഐഡലും ദുർഗാമ്മയുടെ ഐഡലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പോയി എടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് സ്ഥലത്തൊന്നും എടുക്കുന്നില്ല, ഒരു സ്ഥലത്ത് എല്ലായിടവും ഭയങ്കര തിരക്കായിരിക്കും, വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും മോൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ ഓടി വരും. അച്ഛൻ്റെ അടുത്തും മോളടുത്തും മോൻ ഇരിക്കും, നല്ലതായിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും കണ്ട് എല്ലാവരും കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യണം. അല്ല പൊന്നോ, ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. എവിടെ ഇങ്ങോട്ട് വാ, മമ്മീൻ്റെ അടുത്ത് വാ. മമ്മിയുടെ പൊന്ന്. മമ്മിയുടെ നിറവും പൊന്നിൻ്റെ നിറവും ഒരുപോലെയാണോ? അയ്യോ, പോയി പിടിച്ചിട്ട് വന്നിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ. കൽക്കട്ടയിൽ നമ്മുടെ ദുർഗാ പൂജയുടെ ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം അല്ലേ. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം. ഇവിടെ അടുത്താണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ നിന്ന് 2-3 മിനിറ്റ്. എന്നാലും വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളിക്ക് എന്നെ വിടാൻ പറ്റുന്നില്ല, അതാണ് ഈ ഇരിക്കുന്നത്. പൊന്നെ, ഇത് കണ്ടില്ലേ പൊന്നോ, പൊന്നു പൊന്നു. നല്ല മോനാണ് കേട്ടോ, നല്ല മോനാണ് കേട്ടോ, നല്ല മോനാണ് കേട്ടോ. നമ്മൾ നല്ല കുട്ടിയായിട്ട് അച്ഛൻ്റെ അടുത്ത് ചേച്ചിയുടെ അടുത്തൊക്കെ ഇരിക്കും കണ്ടോ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പടയിൽ നമ്മൾ കുറച്ച് അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് പൂജയുടെ പണ്ടലും പൂജ ഐഡലും കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ മോൻ്റെ ബൈക്കിൽ അവൻ ബൈക്ക് ഓടിക്കുന്നുണ്ട്, ബൈക്കിലാണ് പോകുന്നത്. വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ അത്ര ദൂരമൊന്നുമില്ല കേട്ടോ, കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴികളും ലൈറ്റും ഡെക്കറേഷനൊക്കെ ആണ്. അതേ കണ്ടോ, ഇവിടെ ഒരു ഇത് കണ്ടോ, ഒരു പണ്ടൽ പൂജ ഇങ്ങനെ വഴികളിലുണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് കാണാം. റോഡിൽ നിറച്ച ആൾക്കാരാണ്. അപ്പോൾ റോഡ് മൊത്തം ലൈറ്റും കാര്യങ്ങളും ഡെക്കറേഷനും ഒക്കെയാണ്. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നാലേ മോന് ഫുഡൊക്കെ കൊടുത്ത് മെഡിസിൻസൊക്കെ കൊടുത്തിട്ടല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ, അതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നു എടുക്കാം. ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ, റോഡ് മൊത്തം തിരക്കാണ്. നമുക്ക് ഒരു വണ്ടി പോകാൻ തന്നെ വേണം. അപ്പോൾ ഞങ്ങൾ ഷോർട്ട് വഴിക്കൊക്കെ കൂടെയാണ് കയറി പോകുന്നത്. ബൈക്കാവുമ്പോൾ അങ്ങനെ പോവാം. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. ലൈറ്റൊക്കെ വരുന്ന സമയം കാണിച്ചു തരാം. കണ്ടോ, റോഡുകളിലൊക്കെ ഇതുപോലെ പണ്ടൽസും ഇത് കണ്ടോ, റോഡൊക്കെ ലൈറ്റും കാര്യങ്ങളും എല്ലാം. കൽക്കട്ട മൊത്തമുള്ള റോഡുകൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ പോയിരുന്നാലും ഇങ്ങനത്തെ ലൈറ്റും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാറൊന്നും കൊണ്ട് പോകാനൊന്നുള്ള പാർക്ക് ചെയ്യേണ്ട സൗകര്യവും പോകണ സൗകര്യമൊന്നുമില്ല, എല്ലായിടത്തും ബ്ലോക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, റോഡ് മൊത്തം തിരക്കും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഷോർട്ട് വന്ന കേട്ടോ, സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ ലൈറ്റും. ഇതും ഒരു സ്ഥലം കേട്ടോ, ഇനി വേറെ ഇഷ്ടംപോലെ സ്ഥലം. കൽക്കട്ട മൊത്തം ഇതുപോലെയാണ്. അപ്പം നമ്മൾ എളുപ്പ വഴി കൂടെയൊക്കെ ഊട് വഴി കൂടെയൊക്കെ നമ്മൾ ഇത് കണ്ടോ, റോഡിലെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടോ ഫ്രണ്ട്സ്. ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് റോഡിൽ. ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് അറിയത്തില്ല, ഇതിൻ്റെ ഈ അനൗൺസും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര തിരക്കാട്ടോ റോഡിൽ. ഭയങ്കര തിരക്കാണ്. റോഡുകളിലെ തിരക്ക് കണ്ടു നമുക്ക് നടക്കാൻ വഴിയില്ല കേട്ടോ.
അപ്പോൾ ഇവിടെ ഈ അലൗൺസും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കുമെന്ന് അറിയത്തില്ല. ഞാനാണെങ്കിൽ ഇത് ഹെഡ്സെറ്റ് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു പണ്ടൽ കാണാൻ വേണ്ടി പോകുന്നതാണ്. കണ്ടോളൂ, കൽക്കട്ടയിലെ ദുർഗാപൂജയും അവരുടെ ഫെസ്റ്റിവലും തിരക്കും കണ്ടോ, ആൾക്കാരുടെ തിരക്കുകളും ഒക്കെ കണ്ടോ. മോനും മോൻ്റെ കൂട്ടുകാരനും ഉണ്ട് കേട്ടോ. ഇതും ഒരു പണ്ടലാണ് കേട്ടോ. ഇത് പണ്ടലിന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പം അകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ തീം എന്താണെന്ന് മനസ്സിലാവേ. തിരക്കാണ്. ഇത് കണ്ടില്ലേ, ഭയങ്കര തിരക്കാട്ടോ. തിരക്കിൻ്റെ ഇത് കണ്ടോ, ഭയങ്കര തിരക്കുകളാണ്. എന്നത് ഇതിനകത്തേക്ക് അപ്പോൾ നമുക്ക് പാസ് എടുത്തിട്ടുണ്ട്. പാസ് ലൈനിൽ നിന്ന് പാസ് എടുത്തിട്ട് വേണം പോവാൻ. ഇതിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് തീം, ഏത് തീം വൈസിലാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് അകത്ത് കയറിയിട്ട് പറയാം. മോൻ മുമ്പിൽ പോകുന്ന മോൻ്റെ കൂട്ടുകാരൻ ബാക്കിലുണ്ട് നമ്മുടെ കെയർ ചെയ്യുന്ന. കാരണം അത്ര തിരക്കാണ്. ഇത് കണ്ടോ, ലൈൻ കണ്ടോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ. ഈ ലൈനിൽ നമ്മൾ നിന്ന് ഇത് കണ്ടോ, ഈ ലൈനിൽ നിന്നിട്ട് വേണം പാസ്. ലൈനാണ് കേട്ടോ, 2 ലൈനാണ്. അപ്പോൾ നമ്മൾ ഒരു ലൈനിൽ കയറി അടുത്ത ലൈൻ ഇവിടെ കണ്ടോ ലൈനിലാണ് പാസ്സുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ഐഡൽ കാണുന്നുണ്ടെങ്കിൽ മോന് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്യൂവിലാണ്. ഇതിൻ്റെ അകത്തുള്ള ഐഡൽ കാണുന്നുണ്ടെങ്കിൽ പാസ് വേണം, എന്നാലേ പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ, അല്ലാതെ കടത്തി വിടത്തില്ല. ഇത് കണ്ടല്ലോ ലൈൻ എന്തോരോന്ന് കണ്ടോ. ഇതും ഒരു ലൈൻ, ഞങ്ങളുടേത് വേറൊരു ലൈൻ. ഞങ്ങൾ നിൽക്കുന്ന 2ാമത്തെ ലൈനിലാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് പണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൂടെ കയറിയിട്ട് അറിയാം അത് എന്ത് തീമാണെന്നുള്ളത് കണ്ടിട്ട് പറയാം. അങ്ങനെ കൽക്കട്ട മൊത്തം പല നല്ല ഭംഗിയുള്ള വലിയ വലിയ സ്ത്രീഭൂമി എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ വലിയ നല്ല പണ്ടൽസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നിന്നൊന്നും നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര തിരക്കാണ്. തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്. പിന്നെ ഇവിടുത്തെ പൂജ പണ്ടൽ കാണാനുള്ള തിരക്കുകളൊക്കെ നിങ്ങൾ കണ്ടോ. ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ വീഡിയോ. നമ്മുടെ കൽക്കട്ടയിലെ ദുർഗാപൂജയുടെ തിരക്കുകളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം. അവരുടെ ഫെസ്റ്റിവലിന് ഇത് കണ്ടോ, അങ്ങോട്ടൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവർ പാസ് വേണം. അപ്പോൾ ഞങ്ങൾ പാസ് എടുത്തു. ഭയങ്കര ചൂട് കേട്ടോ, എല്ലാവരും വീശുന്നുണ്ട്. ആൾക്കാരുടെ തിരക്കാണ്. അപ്പം നമ്മളിങ്ങനെ അത് കാണാൻ പോകുന്നു. തിരക്കുകളൊക്കെ കണ്ടല്ലോ. നമ്മൾ ഐഡൽ കാണാൻ വേണ്ടി തിരക്കിൻ്റെ ഇടയിൽ ലൈനിൽ നിന്ന് പോകുന്ന കണ്ടോ ഫ്രണ്ട്സ്, കണ്ടോ തിരക്കുകൾ കണ്ടോ. പറയാൻ പറ്റുന്നില്ല, ഭയങ്കര തിരക്കായിട്ടോ. ഇതുപോലെ എല്ലായിടത്തും. ഇത് ഞാൻ ഒരു സ്ഥലത്താണ് വന്നത്. ഈ ഒരു സ്ഥലം കണ്ടു പോകുമ്പോൾ തന്നെ ലേറ്റ് ആവും കേട്ടോ. അതുപോലെ കൽക്കട്ടയിൽ എവിടെ പോയിരുന്നാലും ഇതുപോലെ തിരക്ക്, ഇതിനേക്കാൾ വലിയ തിരക്കുകളായിരിക്കും കേട്ടോ. എല്ലാ വർഷവും കാണുന്നതാണ്ടോ. കണ്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങളെയൊക്കെ കാണിക്കാനും എൻ്റെ ഫ്രണ്ട്സുകളെയൊക്കെ കാണിക്കാനാണ് ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ ഈ ലൈനിൽ വന്ന് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ വന്ന് ഒന്ന് എടുക്കുന്നത് കേട്ടോ. നിങ്ങളെ ഇപ്പം നമ്മുടെ പടയിലുള്ള ഇലാക്കയിലുള്ള ക്ലബിലുള്ള ഇതെല്ലാം കാണിച്ചോളൂ. ഇതല്ല കേട്ടോ, ഇത് വേറൊരു സ്ഥലം, ദംദം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെയാണ് കേട്ടോ. ദംദം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അവിടെയാണ് കുറേ കൽക്കട്ട മൊത്തം ഇതുപോലെ പണ്ടലും ഐഡലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലായിടവും പോകാൻ പറ്റില്ല, ഇത് തന്നെ തിരക്ക് കണ്ടോ. അപ്പോൾ അങ്ങോട്ട് സൗത്ത് സൈഡിലൊക്കെ പോയാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ൂവിൽ നിന്ന് ഫ്രണ്ടിലെത്തി കേട്ടോ. ആ ഫ്രണ്ടിൽ മംഗളയിൽ എഴുതിയിരിക്കുന്ന ഒന്ന് നോക്കാം. കണ്ടോ, മംഗളയിൽ എഴുതിയിരിക്കുന്ന ഒന്ന് ഇതാണ് എൻട്രൻസ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ എൻട്രൻസിലേക്ക് പോകുമ്പോൾ എനിക്ക് മോനെ നല്ല പൊക്കമുള്ളതുകൊണ്ട് അങ്ങോട്ട് എടുക്കുന്നത് കേട്ടോ. ദംദം എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് ഈ പണ്ടല്. ഇത് കണ്ടോ, തിരക്ക് കണ്ടോ, ഭയങ്കര ചൂട്. അച്ചു ഇതൊന്ന് പിടിക്കുക. ഓണാണ് മുകേഷ് ബക്ഷിയില്ലേ, പുള്ളിയുടെ സ്റ്റോറിയുടെ ഇതാണ്. ഗിന്നസ് ബഡി
മുകേഷ് ബക്ഷിയുടെ സ്റ്റോറിയും അവരുടെ വീടും അങ്ങനെയൊക്കെ കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മുകേഷ് ബക്ഷി അവരുടെ സ്റ്റോറികളാണ് ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ കണ്ടോ, ഇതൊക്കെ അതാണ് കേട്ടോ. ഇതൊക്കെ അതാണ്, ഇതൊക്കെ ഇപ്പോൾ അവർ ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ സൈഡിലുമുണ്ട്. ഇത് കേട്ടോ, ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പൂജ കഴിയുമ്പോൾ ഇതൊക്കെ അഴിക്കും കേട്ടോ അവർ. ഇതൊക്കെ ദുർഗാമ്മയുടെ ഒരു ഇതും അവർ കൊടുത്തിട്ടുണ്ട് അവിടെ. ഇത് കണ്ടോ, കണ്ടോ. ഫ്രണ്ട്സ്, ഇത് മോനാണ് മുമ്പിൽ നടക്കുന്നത്. അവൾ ഭയങ്കര തിരക്ക് കേട്ടോ. ഇത് കണ്ടോ, അവർ ഓരോരോ അവരുടെ ഹിസ്റ്ററികളൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇതെല്ലാം ഇത് ഭംഗിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ എന്ത് ഭംഗിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒക്കെ നല്ല ഭംഗിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവര് ഭയങ്കര വിയർത്ത് കുളിച്ചു കേട്ടോ, വിയർത്ത് കുളിച്ചു. കണ്ടോ കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഉത്തംകുമാറിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉത്തംകുമാറിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ കണ്ടോ, ഉത്തംകുമാറിനെയും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര തിരക്ക് കേട്ടോ. നമുക്ക് നിൽക്കാനും നടക്കാനും പറ്റാത്ത തിരക്കുകളാണ്. അപ്പോൾ നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ, പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. കണ്ടില്ലേ ആ പണ്ടലൊക്കെ കണ്ടില്ലേ, നമ്മൾ പണ്ടൽ കണ്ടില്ലേ. ഓ ഭയങ്കര തിരക്ക് കേട്ടോ. വിയർത്ത് കുളിച്ചു, മോനൊക്കെ വിയർത്ത് കുളിച്ചു കേട്ടോ. മോൻ മുമ്പിൽ നടക്കുന്നത്. തോറസംഘം എന്ന് പറയുന്ന ഠാക്കൂറാണ് കേട്ടോ, ഭഗവാനാണ് ഇവിടെ. തോറസംഘം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഇതുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഭഗവാൻ തോറസംഘവും. അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ, എന്നാലും തിരക്കാണ്. അതാണ് അവിടുത്തെ പണ്ട്. പിന്നെ ഇവിടെ നല്ല ഇവിടെയൊക്കെ നമ്മൾ അല്ലാണ്ട് കഴിക്കാനും ഒക്കെ ഇവിടെ കിട്ടും. ഇവിടെ അങ്ങനെയാണ് കഴിക്കാനും ഒക്കെ. ഇപ്പോഴത്തെ ദുർഗാപൂജ എന്ന് പറഞ്ഞാൽ രാത്രി ആകുമ്പോഴാണ് എല്ലാവരും പോകുന്നത്. പോയിട്ട് പൂജ കണ്ടിട്ട് നേരെ വെളുപ്പിനെ എല്ലാവരും വരണം. അതാണ് ഇവിടുത്തെ പൂജ. എടാ ഒരു വെള്ളമെങ്കിലും മേടിച്ചടാച്ചു. പപ്പടിച്ചാട്ടൊക്കെ ഉണ്ട്. പപ്പടിച്ചാട്ടൊക്കെ വെച്ചോണ്ടിരിക്കണ്ട്. നമ്മുടെ ഈ പപ്പടിച്ചാട്ടൊക്കെ ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, കഴിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഈ ലൈറ്റ് കൊണ്ടിട്ട് എനിക്ക് കാണാനും പറ്റുന്നില്ല. കണ്ടോ തിരക്ക് കണ്ടോ, വിയർത്ത് കുളിച്ചു കേട്ടോ. ഭയങ്കര തിരക്കും വിയർപ്പും കണ്ടോ. ഫ്രണ്ട്സ് ആൾക്കാരെ കാണാനല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്തായാലും ആ പണ്ടലൊക്കെ കണ്ടില്ലേ നിങ്ങൾ, ആ ഠാക്കൂറിൻ്റെ ആ ഭഗവാന്റെ പണ്ടലൊക്കെ കണ്ടില്ലേ. താരാസിംഗോ എന്ന് പറയുന്ന താരാസിംഗോ എന്ന് പറയുന്ന ഠാക്കൂർ ഓ ഹെനാ താരാസിംഗോ മമത പൂജിച്ച് താരാസിംഗോ. കണ്ടോ തിരക്ക് കണ്ടോ. ഇതുണ്ടല്ലോ ബോങ്ഷേഷ് ബഷി എന്ന് പറയുന്നതാണ്. അപ്പോൾ ബോങ്ഷേ ബഷി എന്ന് പറയുന്നത് ഡിക്റ്റേറ്റീവ് അതൊക്കെയാണ് കേട്ടോ. അങ്ങനെയുള്ള അതിൻ്റെ മോഡലെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബോങ്ഷേഷ് ബഷി എന്ന് പറഞ്ഞ ആളുടെ
ഒരു ഡിറ്റക്റ്റീവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും പണ്ടലായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഉത്തംകുമാറിൻ്റെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം കഴിക്കാനും കഴിഞ്ഞ് അതുകൊണ്ട് പൂച്ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെയൊക്കെ കഴിക്കാനും പിടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ പപ്പടിച്ചാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ. ഇവിടെ ഉള്ളവരുടെ ഒരു ദുർഗാപൂജയുടെ അന്ന് രാത്രിയാകുമ്പോൾ ഇവർ ഇറങ്ങും. 8 മണിയാകുമ്പോൾ നേരം വെളുപ്പ് വരെ ഇവർ വണ്ടിയായിട്ടൊക്കെ നടന്നുള്ള പൂജയൊക്കെ കാണും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഹോട്ടലുകളിലൊക്കെ കഴിച്ച് നേരെ വെളുപ്പിന് വരും. അതാണ് ഇവരുടെയൊക്കെ വിനോദം കേട്ടോ. ഇത് പൂജ ആഘോഷിക്കുന്നതൊക്കെ അങ്ങനെയാണ്. ഓരോരോ വേറെ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ പണ്ടൽ ഐഡലൊക്കെ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ട ഈ ദംദമിൻ്റെ പണ്ടൽ എന്ന് പറഞ്ഞാൽ ബഷീറുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും. അദ്ദേഹം ഒരു ഡിറ്റക്റ്റീവാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഹിസ്റ്ററിയും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് താരാസിംഗ് എന്ന് പറയുന്ന ഒരു ഠാക്കൂറിനെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഇടവഴി കൂടെ പോകുന്നു. അവിടെയൊക്കെ തിരക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി ഇത് തന്നെ കണ്ടില്ലേ നിങ്ങൾ തിരക്ക്. നമ്മുടെ ലൈനിൽ നിന്ന് പാസ് എടുത്തിട്ടൊക്കെ കണ്ടത്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും കടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെയൊക്കെ കടന്ന് നേരെ വെളുപ്പാവും നമ്മൾ വീട്ടിൽ ചെന്നെത്തുമ്പോഴേ. അതുകൊണ്ട് ഇത് ഒരെണ്ണം മാത്രം നിങ്ങൾക്ക് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. കൽക്കട്ടയിൽ നമ്മൾ ദുർഗാപൂജയുടെ തിരക്കും കാര്യങ്ങളും ഇവരുടെ ഫെസ്റ്റിവലല്ലേ. അപ്പോൾ ഇവിടുത്തെ ചെറിയൊരു പണ്ടൽ കാണിച്ചപ്പോൾ ഇത്രയും തിരക്ക്. ഇവർ അനൗൺസ് ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കണ്ട, അവിടെ ആരും നിന്ന് വീഡിയോ എടുക്കണ്ട എന്ന് പറയും. പക്ഷെ ഞാൻ വീഡിയോ എടുത്ത് കേട്ടോ. കുറച്ച് അവർ വീഡിയോ എടുക്കണ്ട എന്നാണ് അനൗൺസ് ചെയ്യുന്നത്. വീഡിയോ എടുക്കണ്ട, അവിടെ ആരും നിന്ന് വീഡിയോ എടുക്കണ്ട. പെട്ടെന്ന് ലൈനിൽ നമ്മൾ ഈ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് തൊഴുതു വരൂലേ എന്ന് പറഞ്ഞ പോലെ കണ്ടുവരാനാണ് പറയുന്നവർ. പക്ഷെ ഞാൻ വീഡിയോ എടുത്ത കേട്ടോ. അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കൽക്കട്ടയിലെ ദുർഗാപൂജയുടെ ഫെസ്റ്റിവൽ, അവരുടെ ഫെസ്റ്റിവലായ അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ല. ഇതൊരു ചെറിയ പണ്ടലാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് സൗത്ത് സൈഡിൽ പോകുമ്പോൾ വലിയ കണ്ടോ. അവർ ബാർ പറയുന്നുണ്ട് ലൈൻ നിൽക്കണം, വീഡിയോ എടുക്കാൻ നിൽക്കണ്ട ആരും. ചൊബി തുളിച്ചെന എന്നാ പറയണം. ചൊബി തുളിച്ചെന എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ നിൽക്കണ്ട, ലൈനിൽ പോകുന്നവർ എന്താ പറയുന്നത്. അപ്പോൾ തിരക്കുകളുണ്ടോ. ഇത് ചെറിയ പണ്ടൽ ചെറിയ വഴിയുമായിട്ട് ഇത്രയും തിരക്ക്. അപ്പോൾ സൗത്ത് സൈഡിൽ വലിയ പണ്ടൽസും വലിയ ഐഡലും കാണാൻ പോകുമ്പോഴുള്ള തിരക്കുകൾ നിങ്ങൾ നോക്കണം കേട്ടോ. ഒക്കെ കണ്ടു. ഇവിടെയൊക്കെ അതിന് പറ്റിയ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തോട്ട് ഓരോരുത്തർ. അപ്പോൾ നല്ല രസമായിട്ടോ. ഇവിടെയൊക്കെ രാത്രി ഇങ്ങനെ സ്ട്രീറ്റിൽ കഴിക്കാൻ ഇഷ്ടം പോലെ കിട്ടുന്ന സാധനങ്ങൾ. ഇവിടെ വരുന്നവർ ഈ പൂജ കാണാൻ വരുന്നവരൊക്കെ ഇങ്ങനെ സ്ട്രീറ്റിലിരുന്ന് കഴിക്കും. അതൊക്കെ ഒരു രസം. അവരുടെ കച്ചവടവും നടക്കും. കണ്ടു തിരക്കുകളുടെ ഒരു കുമ്പാരം മോമയൊക്കെ വിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഇവിടെ അപ്പുറത്തുമായിട്ട് സ്ട്രീറ്റ് ഫുഡിൻ്റെ തിരക്കായിരിക്കും. അത് കണ്ടോ തിരക്കുകളാണ്. അപ്പോൾ ഇഷ്ടംപോലെ സ്ട്രീറ്റ് ഫുഡുകൾ ഇവിടെ കിട്ടും ഈ സമയത്ത്. അല്ലെങ്കിലും കൊൽക്കട്ടയിൽ ഇഷ്ടംപോലെ സ്ട്രീറ്റ് ഫുഡുകൾ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ സമയത്തൊക്കെ ഉള്ളത് ചാട്ടുകളും ഇതൊക്കെ ഇവരിങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടോ. പിന്നെ അവർക്ക് ഈ സമയത്തല്ലേ എല്ലാവരും കച്ചവടമൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്ന സമയം. പിന്നെ ഇത് കണ്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ തിരക്കാണ് കേട്ടോ. കണ്ടോ തിരക്കുകൾ അപ്പുറത്തേക്ക് തിരക്കുകൾ കണ്ടോ കാണാൻ. തിരക്കുകൾ കണ്ടോ ഫ്രണ്ട്സ്. നമുക്ക് നടക്കാൻ വഴിയില്ല കേട്ടോ. നടക്കാനേ വഴിയില്ല. തിരക്കുകളാണ്. ഈ തിരക്കടൊക്കെ ഞാനൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. തിരക്കടൊക്കെ നിങ്ങളൊന്ന് കാണണേ. ദുർഗാപൂജ വഴി ഏത് നമ്മളെ വണ്ടി ഇവിടെ ഇരിക്കുന്നതെന്ന് വഴിയിലെത്തി. അവിടെ കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തി കേട്ടോ. അതങ്ങനെ കണ്ടോ. ഇതൊക്കെ ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ എല്ലാ സ്ഥലവും കണ്ടെങ്കിൽ അയ്യോ നേരം വെളുപ്പിന് നമ്മൾ വീട്ടിലെത്തൂല. इससे हमारा रास्ता ठीक है. डेकोरेशन है ना. हम लोग का इलाका बहुत अच्छा से डेकोरेशन कर दिया. एक ही रंग. അപ്പോൾ നമ്മൾ ഇനി തിരിച്ചു വന്ന് വേറൊരു പണ്ടൽ കാണാനാണ് കേട്ടോ. നടന്നു പോകുന്നതാണേ. ഹരചക്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ.
ആ സ്ഥലത്ത് പോയി ഓരോ പണ്ടലും കൂടെ കണ്ടിട്ട് അവിടുത്തെ പണ്ടൽ ഏതാണ് എന്ന് നമ്മൾ 2-3 എണ്ണം കാണുമ്പോഴല്ലേ അത് മനസ്സിലാവുള്ളൂ. പല വിധത്തിലല്ലേ അവർ ഉണ്ടാക്കുന്നത്, പല തീം ബേസിലൊക്കെ. ഇവിടുത്തെ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ചക്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ. അവിടെയും കൂടെ ഒരു ഐഡലും ഒക്കെ കാണാം. അവിടെയും തിരക്കാട്ടോ. അതിൻ്റെ അടുത്തുള്ള സ്ഥലം ഇപ്പോൾ നമ്മൾ കണ്ടത് മൊങ്കേഷ് ബഷി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ വേറെ ഒരു വണ്ടറിലേക്ക് നിന്ന് അവിടെയും തിരക്കാണ്. ഇത് കണ്ടില്ലേ, തിരക്കുകൾ കണ്ടില്ലേ ഫ്രണ്ട്സ്? തിരക്ക് കണ്ടില്ലേ, തിരക്കിൽ കൂടെ പോകുന്ന കേട്ടോ. കണ്ടോ ഫ്രണ്ട്സ്, കണ്ടോ തിരക്കുകളൊക്കെ കണ്ടോ നിങ്ങൾ? നമ്മൾ ഈ വഴി കൂടെ ഒരു ലൈൻ അത് കണ്ടോ, തിരക്കുകൾ കണ്ടോ? നമ്മൾ അടുത്ത ലൈനാണ് കേട്ടോ, അടുത്ത ലൈനിൽ നിൽക്കുന്നതാണ്. ഇവിടെയും ഒരു ലൈനുണ്ട്, നമ്മളിവിടുത്തെ ലൈനിൽ നിൽക്കുന്നത്. ഇവിടുത്തെ പൂജ ഭഗവാനെയൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം. ഏതാണ് പണ്ടൽ എന്നൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ ഡെക്കറേഷനൊക്കെ കണ്ടില്ലേ? നമ്മളൊരു പണ്ടലിൻ്റെ അകത്തേക്ക് പോകുന്ന കേട്ടോ. കണ്ടോ കണ്ടോ? അയ്യോ എന്ത് തിരക്കാണെന്ന് അറിയാമോ ഫ്രണ്ട്സ്? തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. നനഞ്ഞ് കുതിർത്ത് കേട്ടോ, നനഞ്ഞ് ഡ്രസ്സൊക്കെ നനഞ്ഞ് കുതിർത്ത്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടോ. കണ്ടോ ഇവിടുത്തെ ഡെക്കറേഷനൊക്കെ ഒന്ന് കണ്ടോടെ. പലയിടത്തും പല തരവുമില്ലേ കേട്ടോ, പലയിടത്ത് പല തരമില്ല. हमारा क्लियर है तो हाँ हाँ डेकोरेशन वही ठीक था यार. ഭംഗിയല്ലേ, ഭയങ്കര ഭംഗിയല്ലേ. Holography 3D effect holography देखिए तो
ഠാക്കൂറാണ് കേട്ടോ. ദുർഗ ദേവിയാണ് കേട്ടോ. കണ്ടോ, ദുർഗാദേവിയുടെയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ ഈ ശിവനാണ് കേട്ടോ. ഇവിടുത്തെ പണ്ടൽ കണ്ടോ, എത്ര വലിയ പണ്ടലാണ് അവരുണ്ടാക്കിയത് കണ്ടോ. ദുർഗ ദേവിയുടെ ഐഡലാണ് കേട്ടോ ഇത്. ഇവിടുത്തെ ഐഡല് ഓരോ ക്ലബിലൊക്കെ ഓരോന്നാണ് കേട്ടോ. നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇവിടുത്തെ പണ്ടലൊക്കെ കണ്ടല്ലോ. ഇത് ഇരുട്ടല്ല കേട്ടോ, അവരിങ്ങനെ പണ്ടല് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ എല്ലാ സോളോഗ്രാഫിൻ്റെ ഇതിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് പണ്ടല തന്നെയാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കണ്ടോ, ഇത്ര വലിയതാണ്. ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു മാസം പിടിക്കും കേട്ടോ. ഒരു മാസം കൊണ്ട് ഇവർ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ദുർഗാപൂജ കഴിയുമ്പോൾ കാളിപൂജ വരും, ദീപാവലിയുടെ അന്ന്. അപ്പോൾ ഈ പണ്ടലൊക്കെ കഴിച്ച് വേറെ കാളിപൂജയുടെ പണ്ടൽസൊക്കെ ഉണ്ടാക്കും. ആൾക്കാരും തിരക്കും കണ്ടു. ഇവിടെ ഇതൊക്കെ പ്രാധാന്യമാണ് കേട്ടോ. ഇതാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, പാപ്പടിയും മുടിയും സൊന പപ്പടിയും പാപ്പടിച്ചട്ടും ചാട്ടും ചായ നല്ല ചട്ടിയിൽ വരുന്ന ചായയൊക്കെ കിട്ടി. ഇവിടെയൊക്കെ മൊത്തം വളകളും ഏട്ടാ. ഇത് കണ്ടോ, ഇത് ഐസ്ക്രീമാണ്. ഐസ്ക്രീം ഉണ്ടാക്കുന്നത് കണ്ടോ. ചാട്ടും എല്ലാം കൂടെ ഇട്ടുള്ള ഒരു ഐസ്ക്രീമാണ് അവരുണ്ടാക്കുന്നത്. കണ്ടോ, ഇതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. ഇവിടുത്തെ ആ ഒരു ഇതാണ് ഞാൻ കാണിച്ചു തരുന്നത്. സ്ട്രീറ്റ് മൊത്തം ഫുഡുകളും അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ട് കേട്ടോ. ഞാൻ ഒരു സൈഡേ കാണിക്കുന്നുള്ളൂ, രണ്ട് സൈഡും കാണിക്കുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ ഈ പൂജ അനുബന്ധിച്ച് അവർ ഇട്ടേക്കുന്നതാണ് കേട്ടോ. നിറച്ചത് കണ്ടോ, നിറച്ചും ആൾക്കാർ തിരക്കും കാര്യങ്ങളാണ്. ഹലോ, ഈ മോനെന്തോ അവിടെ പോകുന്നുണ്ട്, വെള്ളം മേടിക്കാൻ പോകുന്നു. ഇനിയുണ്ടല്ലോ എത്ര ദൂരം നടക്കുമ്പോഴാണ് വഴി എത്തണം എന്ന് പറയുമ്പോൾ അവിടെ ബൈക്ക് വെച്ചിരിക്കുന്നത്. ഇനി നേരെ വീട്ടിലേക്ക് കേട്ടോ. ഇനി നടക്കാൻ വയ്യ, എല്ലാ ഡ്രസ്സും നനഞ്ഞ് കുളിച്ചു. നമ്മുടെ എൻ്റെ ഫാൻസിനൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ തിക്കും തിരക്കിൽ ഈ ചൂടത്തും വന്ന് ഈ വീഡിയോ എടുത്തത് കേട്ടോ. ലൈനിൽ നിന്ന് പാസ് നമ്മളെടുത്ത് ലൈനിൽ നിന്ന് ഇതൊക്കെ കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഫീഡ്ബാക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. എല്ലാവരും തന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൽക്കട്ടയുടെ ദുർഗാപൂജയുടെ തിരക്കുകളും പണ്ടൽസും ഒരുപാടുണ്ട് കേട്ടോ, കൽക്കട്ട മൊത്തം. പക്ഷേ എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല, 2 എണ്ണം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. ഞങ്ങൾ എല്ലാ വർഷവും കാണുന്നു, തിക്കും മതിയായി കണ്ട്. പക്ഷേ നിങ്ങളൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യണേ. ചാനലിൽ ആദ്യമായിട്ട് കാണുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ 2 പണ്ടല് നിങ്ങളെ കാണിച്ചു തന്നില്ലേ ഫ്രണ്ട്സ്, തിരക്കുകളും ദുർഗാപൂജയുടെ തിരക്കുകളൊക്കെ. അപ്പോൾ ഞങ്ങളൊരു ഷോർട്ട് രാസ്തയിൽ കൂടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുള്ളവർ കേട്ടോ, എല്ലാം ഒന്ന് കാണണം. നമ്മുടെ കൽക്കട്ടയിലെ ദുർഗാപൂജ, അവരുടെ കൽക്കട്ടയിലെ ഫെസ്റ്റിവലായ ദുർഗാപൂജയുടെ പണ്ടൽസും ഐഡൽസും നമ്മുടെ പടയിലുള്ള നമ്മുടെ ഇലാക്കയിലുള്ള ക്ലബിൻ്റെ ഇന്നലെ കാണിച്ചു കേട്ടോ. അപ്പോൾ തിക്കും തിരക്കൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ ഒരു 2 ചെറിയ മണ്ടൽ കാണിച്ചപ്പോൾ ഇത്രയും തിരക്ക്. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് കൽക്കട്ട മൊത്തം ഇപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ. അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല വണ്ടിയായിട്ടൊന്നും. ഇവിടെ തിരക്ക്, അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല. അപ്പോൾ എനിക്ക് ആകുന്നിടത്തോളം, അപ്പോൾ മോനൊക്കെ ഫ്രീ കിട്ടുമ്പോഴല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. ബൈക്കും കൊണ്ട് വഴി കൂടെയൊക്കെ വന്ന് എടുത്തു കേട്ടോ, അല്ലാതെ നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂജയുടെ
തിരക്കും കാര്യങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളൊരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.